ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. സൗമംഗല്യഗിരോ വിപ്രാ സൂതമാഗധവന്ദിനഃ ഗായകാശ്ച ജഗുർനേദുർഭേര്യോ ദുന്ദുഭയോ മുഹു. ഇനിയും അവിടെ ആ ഒരു ഭഗവാന്റെ ജന്മകർമ്മ സംസ്കാരം നടന്നുകൊണ്ടിരുന്ന ആ ഗോകുലത്തിലെ വിശേഷമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലും പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുകയാണ്, അവിടെ സൗമംഗല്യഗിരോ വിപ്ര, സൗമംഗല്യഗിരഹ, മംഗല്യം എന്നാൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന, അപ്പം അത്യധികം മംഗളത്തെ പ്രദാനം ചെയ്യുന്നതായ ഗിരഹ, ഗിര എന്നാൽ വാക്കുകൾ, വാക്കുകൾ കൊണ്ട് വിപ്രാഹ, വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, വിപ്രാഹ ബ്രാഹ്മണര്, സൂതമാഗധവന്ദിന, സൂതമാഗധവന്ദിന, സൂതന്മാര് എന്ന് പറഞ്ഞാൽ ഈ പുരാണ കഥകളൊക്കെ പറയുന്നവരെയാണ് സൂതന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൂതന്മാരും മാഗധന്മാരെന്ന് പറഞ്ഞാൽ ഈ വംശമാഹാത്മ്യമൊക്കെ ഇങ്ങനെ സ്തുതിച്ചു പറയുന്നവരെയാണ് മാഗധന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാഗധന്മാരും പിന്നെയോ വന്ദിനഹ, വന്ദികളെന്ന് പറയുന്നത് സ്തുതി പാഠകന്മാരെയാണ്. അപ്പോൾ സ്തുതി പാഠകന്മാരായിട്ടുള്ള വന്ദികളും ഗായകാശ്ച, ഗായകാഹ ച, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗായകാശ്ച എന്ന് പറഞ്ഞാൽ ഗായക, ഗായകന്മാരും, നമുക്കറിയാം അതും കൂടി ചേർത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗായകന്മാരും. ജഗുർനേദുർഭേര്യോ, ജഗുഹു നേദുഹു ഭേര്യഹ, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ജഗുർനേദുർഭേര്യോ. ജഗുഹു എന്നാൽ പാടി, അപ്പോൾ ഗായകന്മാരൊക്കെ പാടി. പിന്നെയോ നേദുഹു, ഇവിടെ തൊട്ട് മുൻപ് ഇതിൽ പറഞ്ഞു ഈ ബ്രാഹ്മണരൊക്കെ വളരെ മംഗളകരങ്ങളായ വാക്കുകളൊക്കെ പാടി അവിടെ നിന്ന് ഭഗവാന്റെ സാമീപ്യത്തിൽ ഭഗവാന് കേൾക്കാനായിട്ട് വളരെ മംഗളകരങ്ങളായ വാക്കുകളൊക്കെ പറഞ്ഞു. പിന്നെയോ ഈ പുരാണ കഥകളൊക്കെ പറയുന്ന സൂതന്മാരും വംശമാഹാത്മ്യമൊക്കെ പറയുന്ന മാഗധന്മാരും അതേപോലെ തന്നെ സ്തുതിപാഠകരായിട്ടുള്ള വന്ദികളും പിന്നെയോ ധാരാളം ഗായകന്മാരൊക്കെ അവിടെ കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ ആ നാടിന് മുഴുവൻ തന്നെ, ആ ഒരു ഗ്രാമത്തിന് മുഴുവൻ തന്നെ അതൊരു ഉത്സവമാണ് ഭഗവാന്റെ ജാതകർമ്മ സംസ്കാരം നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഗായകന്മാരൊക്കെ ഭഗവാനെ അങ്ങനെ പാട്ടുപാടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, പക്ഷെ അവരറിയുന്നില്ല അവർ ഏതൊരു ഭഗവാനെയാണോ സ്തുതിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് ഉണ്ണിയായി ഇപ്പോൾ മുൻപിൽ കിടക്കുന്നതെന്ന്. പക്ഷെ അവർക്കൊന്നു മാത്രം അറിയാം, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദലഹരിയിലായിരുന്നു അവരൊക്കെ നിന്നിരുന്നത്. ആ ആനന്ദലഹരിയിലും ഭഗവാനെ മറക്കാതെ, കാരണം ഭഗവാനെ എങ്ങനെ മറക്കാനാവുക, അവർ നിൽക്കുന്നത് ആ ഭഗവാന്റെ സാമീപ്യത്തിലുള്ള ആനന്ദലഹരിയിലാണ്, ആനന്ദമൂർത്തിയിൽ നിന്നും പ്രവഹിക്കുന്ന ആനന്ദലഹരിയിലാണ് അവരൊക്കെ അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിന്നത്. അതുകൊണ്ട് തന്നെ ആ ആനന്ദത്തിൽ, ആ തലത്തിൽ അവർക്ക് ഭഗവാനെ വളരെ ഉറക്കെ സ്തുതിക്കാനേ കഴിയുന്നുള്ളൂ. അവരങ്ങനെ ധാരാളം പാട്ടുകളൊക്കെ പാടി. പിന്നെയോ ജഗുഹു എന്നാൽ നമ്മൾ പറഞ്ഞു പാടി. പിന്നെ നേദു എന്ന് പറഞ്ഞാൽ മുഴങ്ങി, ഭേര്യഹ ഭേരികളും, ദുന്ദുഭയ എന്നാൽ ദുന്ദുഭികളും ഒക്കെ അങ്ങനെ മുഴങ്ങി. മുഹു വീണ്ടും അങ്ങനെ തുടരെ ഭേരികളും ദുന്ദുഭികളും ഒക്കെ മുഴങ്ങാൻ തുടങ്ങി, മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അതിനവർക്കും നിർത്താനാവുന്നില്ല. കാരണം അവരുടെ ഉള്ളിലെ ആ ഒരു ആനന്ദത്തിമിർപ്പ് കാരണം അവരാ ഉത്സവലഹരിയിൽ അങ്ങനെ മതിമറന്ന് നിന്ന് തുടരെ അങ്ങനെ ഭേരികളും ദുന്ദുഭികളും ഒക്കെ മുഴക്കിക്കൊണ്ടിരുന്നു. ഗായകരൊക്കെ ഭഗവാനെ സ്തുതിച്ചു പാട്ടുപാടിക്കൊണ്ടിരുന്നു. വിപ്രന്മാരൊക്കെ ഭഗവാനെ മംഗളകരങ്ങളായ വാക്കുകൾ കൊണ്ട് ആ സദസ്സിനെ, ആ ഒരു വേദിയെ ധന്യമാക്കി. പിന്നെയോ സൂതന്മാരും മാഗധന്മാരുമൊക്കെ ഭഗവാന്റെ വംശമാഹാത്മ്യം അവിടെ ഈ മാഗധന്മാരൊക്കെ വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു.
സൂതന്മാരൊക്കെ ആകട്ടെ പുരാണ കഥകൾ എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയിരുന്നവരൊക്കെ കേൾക്കുന്ന അത്രയും ഭഗവാനെ അവിടുത്തെ പൂർവ്വലീലകൾ തന്നെയാണ്. ആ പുരാണ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്തുതിപാഠകന്മാരായിട്ടുള്ള വന്ദികളാവട്ടെ ഭഗവാനെ തങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഉണ്ണിയെ തിരിച്ചറിയാതെ ആ ഉണ്ണിയുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു, സ്തുതിപാഠകരായിരിക്കുന്നു. ഇവിടെ ഈ ഉണ്ണിയുടെ സൗന്ദര്യത്തെ മാത്രമല്ല അവർ സ്തുതിക്കുന്നത്, ആ ഭഗവാനെ തന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നില്ല ഈ ഉണ്ണി സാക്ഷാൽ ഭഗവാനാണെന്ന്. പക്ഷേ ഭഗവാനെ സ്തുതിക്കുന്നു, ഈ ഉണ്ണിയുടെ അംഗങ്ങളെയൊക്കെ വർണ്ണിക്കുന്നു. കാരണം അവരുടെ സങ്കല്പത്തിൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നതിനപ്പുറമുള്ള ഒരു സൗന്ദര്യമൂർത്തി സ്വരൂപമാണ് ഇപ്പോൾ തങ്ങളുടെ മുന്നിൽ ഈ ഉണ്ണിയായി കിടന്ന് കളിക്കുന്നത്. നമുക്ക് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം നാരായണീയത്തിൽ പറയുന്നത് ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയുന്നത് സൗന്ദര്യോത്തരതോപി എന്നാ പറഞ്ഞത്. സൗന്ദര്യമുള്ളതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള, അഥവാ ഇതിനെ നമുക്ക് മറ്റൊന്നിനോട് ഉപമിക്കാനാവാത്ത വിധത്തിലുള്ള ഭഗവാന്റെ ആ സൗന്ദര്യ രൂപത്തെ മുന്നിൽ കണ്ടപ്പോൾ ആ ഗായകരും ഒക്കെ മതിമറന്ന് പാടിക്കൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും എന്ന് പറയുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സൗമംഗല്യഗിരോ വിപ്രാഃ സൂതമാഗധവന്ദിനഃ ഗായകാശ്ച ജഗുർനേതുർഭേര്യോ ദുന്ദുഭയോ മുഹു. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പാദത്തിലും രണ്ടാമത്തെ പാദത്തിലും അവസാനം ഒരു വിസർഗം വരുന്നത് കൊണ്ട് അത് പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ രണ്ടാമത്തെ പാദത്തിൽ വരുമ്പോൾ ജഗുർനേതുർഭേര്യോ, അവിടെ കുറച്ചൊരു കട്ടിയിൽ തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.